മുൻ മുഖ്യമന്ത്രി ആർ ശങ്കറിന്റെ പ്രതിമയുടെ മാർബിൾ ഫലകം തകർന്നതിൽ തിരുവനന്തപുരം കോർപ്പറേഷനും മേയർക്കുമെതിരെ കോൺഗ്രസ്. പാളയത്തെ ആർ ശങ്കർ പ്രതിമയ്ക്ക് താഴെയിരുന്ന് രമേശ് ചെന്നിത്തല പ്രതിഷേധിച്ചു. മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ ആർ ശങ്കർ പ്രതിമ സന്ദർശിച്ചു. മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ആർ ശങ്കർ പ്രതിമയിൽ പുഷ്പാർച്ചന നടത്താനെത്തിയപ്പോഴാണ് പ്രതിമയുടെ ഫലകം തകർന്നതായി കണ്ടത്. ഇതോടെ രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് നേതാക്കളുടെ പ്രതിഷേധം. ശ്രീനാരായണ ഗുരുദേവന്റെ ആശയങ്ങൾ പ്രായോഗിക അടിസ്ഥാനത്തിൽ നടപ്പാക്കിയ മഹാനായ ആർ ശങ്കറുടെ പ്രതിമയുടെ സ്ഥാപിച്ചതിൽ ആർക്കാണ് ഇത്ര വിരോധം? ആർക്കാണ് ഇത് രുചിക്കാത്തത്? അദ്ദേഹത്തിന്റെ പ്രതിമ തകർക്കാനുള്ള നീക്കമല്ല ഇവിടെ നടന്നത്. ഒരു ഭാഗം മുഴുവൻ അടിച്ച് തകർത്തിരിക്കുന്നു. കോർപ്പറേഷൻ സർക്കാർ ഇതിന് മറുപടി പറയണം. കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി, KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, K മുരളീധരൻ, M വിൻസെന്റ് MLA, MM ഹസൻ ഉൾപ്പെടെയുള്ളവർ ശങ്കർ പ്രതിമ സന്ദർശിച്ചു. വളരെ ഞെട്ടിക്കുന്ന സംഭവമാണ്. കാരണം കേരളം മുഴുവൻ ഹൃദയത്തിലേറ്റിയ മുൻ മുഖ്യമന്ത്രിയാണ് സി ആർ ശങ്കർ സാർ. മേയർക്കെതിരെ കയ്യേറ്റ ശ്രമത്തിന് കേസെടുക്കണ്ട. കാരണം സ്ഥലം കയ്യേറിയത് കോർപ്പറേഷനാണ്. ആ നിലയ്ക്ക് കോർപ്പറേഷനെ നയിക്കുന്ന മേയർക്ക് അതിൻ്റെ ഉത്തരവാദിത്വമുണ്ട്. അനധികൃതമായി കടന്നുകൂടിയവർ പ്രതിമയുടെ ശിലാഫലകങ്ങളടക്കം തകർത്തുവെന്നാണ് കോൺഗ്രസിന്റെ ആരോപണം. സ്ഥലം കയ്യേറിയവർക്കെതിരെ കേസെടുക്കണമെന്നാണ് ആവശ്യം. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.